അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ വഴിക്കും ശ്രമിച്ചു. ഒരു പെണ്ണിട്ടിട്ട് പോയെന്ന് പറഞ്ഞ ഇങ്ങനെയാണാ? ഇത് നിന്റെ പെഹലാപ്പിയാറല്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഒരുമാതിരി മറന്നു വെച്ച് ചരിത്രം നഷ്ടപ്പെട്ട പെണ്ണിനെ പോലെ. അയ്യേ, സത്യം പറയാലോ, എനിക്ക് ആദ്യമേ അവളെ കണ്ടപ്പോൾ മിസ്റ്റേക്ക് അടിച്ചാണ്. പിന്നെ നിന്റെ സീൻ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അതിലിടപെടാൻ ഞാൻ. മച്ചാനെ, അവള് പോണെങ്കിൽ പോയിക്കോട്ടെ. സുനോ, ഈ സമന്ദർ മേ ബഹുത്ത് മച്ചിലി അയില ചാള നത്ത. നിന്നോട് 100 വർഷം പറഞ്ഞ അമ്മിഞ്ഞ പഠിക്കരുത്. നിനക്ക് വട്ടാ? എനിക്ക് വട്ടാടെ. എനിക്ക് അതല്ല ക്യാൻവാസിൽ വന്ന പെണ്ണിന്റെ പുറകെ പുണ്യ പ്രേമാണെന്ന് പറഞ്ഞു നടന്നത്. അവളുടെ മന്ത്രി ടാർഗറ്റ് എത്തിക്കാനുള്ളൊരു നമ്പർ മാത്രമായിരുന്നു ഞാൻ. ഒന്നിനും കൊള്ളാത്തൊരു പൊട്ടനാക്കിയില്ല എന്നെ. ബിഗ് ലൂസായ. Lukacha. നിന്റെ അപ്പാപ്പ മരിച്ചപ്പോൾ സാധാരണ പെട്ടിയിൽ കൊണ്ടില്ല, വലിയ ഒരു പെട്ടി ഉണ്ടാക്കേണ്ടി വന്നു. കൊച്ചിക്കാർ പറയുമായിരുന്നു, ആ വലിയ ശരീരത്തിൽ വലിയൊരു മനസ്സുണ്ടെന്ന്. ആ മനസ്സ് തന്നെയാ നിനക്കും കിട്ടിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത മണ്ടനല്ല നീ. കർത്താവ് നിന്നെ ഇത്ര വലിപ്പത്തിൽ സൃഷ്ടിച്ചത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പാപ്പനോട് പ്രാർത്ഥിക്ക്. ഞാൻ എടുത്തിട്ടുണ്ടടാ. അപ്പാപ്പാ, നമ്മൾ രണ്ടുപേരും കൂടെ ഈ സീറ്റിൽ കൊള്ളുന്നില്ല അല്ലേ? തടി ഒരു സീനാണ് അപ്പാപ്പാ. തടി വലിയ സീനല്ലടാ. തടി ഉള്ളത് കൊണ്ടല്ലേ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കി മേയറായി. തടി സീനാണെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? നിന്റെ സൂപ്പർ ഹീറോസിന്റെ കാര്യം തന്നെ എടുക്ക്. സൂപ്പർമാൻ, പിന്നെ 8 കാലിയുടെ ആളാരാ? സ്പൈഡർമാൻ. ആ മോന്റെ കേസായാലും വേറെ ആരായാലും എല്ലാവർക്കും പൊതുവായൊരു കാര്യമുണ്ട്: സഹായിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ള മനസ്സ്. അത് നിനക്കുണ്ട്. അപ്പോ നീ ആരാ? സൂപ്പർ ഹീറോ. ഭൂമിയിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ ഒരു മനുഷ്യായുസ്സ് തികഞ്ഞെന്ന് വരില്ല. അതിനാണ് തലമുറകൾ ഉണ്ടാകുന്നത്. സമയമായി ലൂക്കാച്ച, ഞാൻ തന്നെയാണ് നീ. അപ്പാപ്പന് ചിറക്.
അന്ന് ഡിന്നർ ടേബിളിൽ വെച്ച് നൈറ്റ് റൈഡർ ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തി. ഇത്തവണ ഇലക്ഷനിൽ മേയറാവാൻ ലൂക്ക നിൽക്കും. അപ്പൊ ജോണിച്ചായനോ? രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത ഇവൻ മേയറാകാനോ? ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. അതും ശരിയാണ്. ഇത് നമ്മുടെ പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം.